അനിമേഷൻ മൂവികളിൽ എൻ്റെ ഒരു ഫേവറിറ്റ് മൂവിയാണ് ഹൗ ടു ട്രെയിൻ എ ഡ്രാഗൺ. കുറേ പ്രാവശ്യം കണ്ട ഒരു പടമാണത്. അതിൻ്റെ ലൈവ് ആക്ഷൻ മൂവി ഈ അടുത്ത് റിലീസായിട്ടുണ്ടായിരുന്നു. അത് പോയി കണ്ടു. സാധാരണ ഇങ്ങനത്തെ ലൈവ് ആക്ഷൻ മൂവീസ് വരുമ്പോൾ, അതായത് ഓൾറെഡി ഇറങ്ങിയ അനിമേഷൻ മൂവീസിനെ പിന്നീട് ലൈവ് ആക്ഷൻ മൂവീസായിട്ട് കൺവേർട്ട് ചെയ്ത് ഇറക്കുമ്പോൾ ശരിക്കും അലമ്പാക്കാറാണ് പതിവ്. പക്ഷേ ഈ ഒരു പടം അത് അതേപോലെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇമോഷൻസ് എല്ലാം നമുക്ക് കറക്റ്റായിട്ട് കൺവേ ആകുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവായത്. ബാക്കിയുള്ള മൂവീസ് നോക്കുമ്പം ആ ഒരു സംഭവം നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. നമ്മൾ ആനിമേഷനിൽ എന്താണോ കണ്ടേ അത് ഈ ഒരു ലൈവ് ആക്ഷനിലായിട്ട് വരുമ്പോൾ ഒട്ടും അങ്ങോട്ട് നമ്മൾക്ക് എത്താത്ത പോലെ ഒരു ഫീലായിരുന്നു. പക്ഷെ ഇതിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇതിൽ ഇപ്പോൾ ടൂത്ത്ലെസ് ആണെങ്കിലും അല്ലെങ്കിൽ അതിൽ ഓരോ ക്യാരക്ടേഴ്സ് ആണെങ്കിലും അവർ കറക്റ്റ് അതുപോലെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. ശരിക്കും ഈ ഒരു പടത്തിൻ്റെ ട്രെയിലർ വന്നപ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു, എന്തിനാണ് ഇതിൻ്റെ ഒരു ലൈവ് ആക്ഷൻ. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ അനിമേഷൻ ഓൾറെഡി നല്ലൊരു ഹിറ്റാണ്. കുറേ പേർക്ക് അറിയാം, കുറേ പേർക്കല്ല, അനിമേഷൻ മൂവീസ് ഇഷ്ടപ്പെടുന്ന എല്ലാവരും തന്നെ ഒരു കണ്ടിട്ടുള്ള ഒരു പടമായിരിക്കും ഹൗ ടു ട്രെയിൻ എ ഡ്രാഗൺ. അപ്പോൾ അതിൻ്റെ ഒരു ലൈവ് ആക്ഷൻ എന്തിനാണെന്ന് ഞാൻ ആദ്യം വിചാരിച്ചായിരുന്നു. പിന്നെ ട്രെയിലർ വന്ന് അത് കണ്ടപ്പം സംഭവം കൊള്ളാമെന്നൊരു ഫീൽ വന്നു. അപ്പോൾ എന്തായാലും ഇത് കാണണമെന്നുണ്ടായിരുന്നു, കണ്ടു, ഇഷ്ടപ്പെട്ടു. ഇതിൽ ഓരോ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ആ ഡ്രാഗൺസിൻ്റെ എന്താ പറയുക VFX, ആ ഒരു ഡ്രാഗൺസിനെ കാണിക്കുന്നത്, പിന്നെ ആ വിഷ്വൽസ് എല്ലാം നല്ല രീതിയിൽ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. ശരിക്കും നമുക്കിങ്ങനെ ഫീൽ ചെയ്യും ഡ്രാഗണെ അടിക്കാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ ഇവൻ്റെ ഇമോഷൻസ്, അച്ഛനോടുള്ള പടം കണ്ടവർക്ക് മനസ്സിലാവും. ആ സംഭവമൊക്കെ ശരിക്കും നമുക്കിങ്ങനെ ഫീൽ ചെയ്യും. ശരിക്കും നമ്മൾ എന്താ പറയുക, ഒരു വീട്ടിലൊരു പെറ്റൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ശരിക്കും ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും അതൊക്കെ. ഞാൻ ഇതിൻ്റെ അനിമേഷൻ മൂവി കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. എന്നിട്ടും ഞാൻ ഈ പടം കാണുമ്പോൾ ഇതിൻ്റെ വിഷ്വൽ കൊണ്ടാണോ, ഇതിലെ ക്യാരക്ടേഴ്സ് കൊണ്ടാണോ, അല്ലെങ്കിൽ സൗണ്ട് എന്താണെന്നറിയില്ല, ഓരോ സീന് കാണുമ്പോൾ എനിക്കിങ്ങനെ നല്ല എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഇത് കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി. ഈ പടത്തിൻ്റെ കഥയിലേക്കുറിച്ചൊന്നും നമ്മൾ അധികം പോകുന്നില്ല. നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ കാണാത്തവരെന്തായാലും പോയി തിയേറ്ററിൽ കാണുക. ഒരിക്കലും മിസ് ചെയ്യരുത് ഈ പടം. അടിപൊളി പടമാണ്.